വേടനെ കുറിച്ച് നമ്മൾ അധികം ഒന്നും പറയണ്ട എന്ന് പലപ്പോഴും വിചാരിക്കും. പക്ഷെ ഓരോ പ്രശ്നങ്ങളായിട്ട് കടന്നു വരുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. കാരണം വേടൻ നല്ലൊരു പാട്ടുകാരനാണ്, നല്ലൊരു കവിയാണ്. അദ്ദേഹത്തിന്റെ ആശയം വളരെ കൃത്യമായിട്ട് അദ്ദേഹം തുറന്നു പറയുന്നു. അപ്പൊ അത് നമ്മൾ എല്ലാവരോടും പങ്കുവെക്കുകയാണ്. കാരണം വേടനെ പോലെ ഒരു ചെറുപ്പക്കാരൻ പറയുന്ന ആശയങ്ങൾക്ക് കാമ്പുണ്ട്, കരുത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മളിങ്ങനെ പറയുമെങ്കിലും നമ്മളെയും കഞ്ചാവ് എന്ന രീതിയിലാണ് മറ്റുള്ളവർ കേൾക്കുന്നതും. അത് കമന്റുകൾ ഇട്ട് നമ്മളെയും നല്ലപോലെ അധിക്ഷേപിക്കുന്നുണ്ട്. വേടനെ കുറിച്ച് പറയുന്നവരെയും അടിച്ചു താഴ്ത്താനും കല്ലെറിഞ്ഞ് വീഴ്ത്താനൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധ മണ്ടത്തരം എന്നല്ലാതെ അതിനൊന്നും നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവർക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ വേടനെ പോലെ ഒരാള് നല്ലൊരു കവി ഉണ്ടായി വരുമ്പോൾ ആ കവി പറയുന്ന ആശയത്തിന്റെ ആ വ്യക്തത എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷെ അത് മാറണമെങ്കിൽ ഇവര് കുറെ പേര് ഇങ്ങനെ വേടനെ നിരന്തരം കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. ആ കുറ്റപ്പെടുത്തലൊന്ന് മാറി കിട്ടണമെങ്കിൽ ഈ വേടനെ കുറ്റപ്പെടുത്തുന്നവർ പറയുന്ന രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയത്തിന്റെ ഒപ്പം വേടൻ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആരും കുറ്റപ്പെടുത്തില്ല. അതൊരു സത്യമല്ലേ? പക്ഷെ അങ്ങനെ സംഭവിക്കാൻ പോണില്ല. വേടനെ കൃത്യതയായിട്ട് വേടന്റെ നേരുണ്ട്, ആ നേരിന്റെ ഒപ്പമാണ് വേടൻ മുന്നോട്ട് പോകുന്നത്. ഇവര് പറയുന്ന മണ്ടത്തരങ്ങളുടെ പിന്നാലെ പോകാനായിട്ട് വേടന് സമയമില്ല. അതാണ് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ സംഭവം. ഇപ്പൊ ഈ അടുത്ത് തന്നെ വേടന്റെ പാട്ട്, അതായത് ആ കവിത ഭൂമി ഞാൻ വാഴുന്നിടം, ആ പാട്ട്, ആ കവിതയെ നല്ലതുപോലെ കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത വന്നപ്പോൾ തന്നെ അതിനെതിരെ എതിർത്തുകൊണ്ട് VC പരാതി കൊടുത്തിരിക്കുകയാണ് ഒരു കൂട്ടര്. വേടന്റെ ആ കവിത കൃത്യമായിട്ടും അവിടെ നിന്നും തുടച്ചു നീക്കും വിധം അത് പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് എന്തോ ആട്ടെ, വേടനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വേടൻ തന്നെ പറയുന്നത് എൻ്റെ ഒരു കവിത 10ാം ക്ലാസ്സിലെങ്കിലും പഠിക്കാനായിട്ട് ഉണ്ടാവണം എന്ന് ഞാൻ വളരെയേറെ ആഗ്രഹിച്ചിരുന്നു. കൂട്ടുകാരോട് തമാശയായിട്ട് പോലും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. 10ാം ക്ലാസ് ജയിച്ചതിന് ശേഷം പിന്നീട് +1 +2 ഒക്കെ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോവുകയും അതിനൊപ്പം തന്നെ കൂലിപ്പണിക്കൊക്കെ ഇറങ്ങുകയും ചെയ്ത വേടന് വലിയ അറിവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് വലിയ അറിവില്ല. പക്ഷെ വായന കൊണ്ട് അദ്ദേഹം മികച്ചൊരു കവി തന്നെയാണ്, ഒരു എഴുത്തുകാരനാണ്. ആ എഴുത്തുകാരൻ്റെ ഉള്ളിലുള്ള ഒരു ലോകത്തെ മറ്റുള്ളവർ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇനിയും വലിയ വലിയ സംഭവങ്ങൾ വരാനുണ്ട്. ആ സംഭവത്തിൻ്റെ ആ ചിന്തയുടെ തീയെ തിരിച്ചറിയാത്തവരാണ് ഈ വിധത്തിൽ ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലഹള കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ വേടന്റെ കവിത യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് പഠിക്കാനായിട്ട് എടുത്തിരിക്കുന്നു. 4ാം സെമസ്റ്ററിൽ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് അത് ചേർത്തിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഇങ്ങനെ തുരുതുര വന്നു. പക്ഷെ അതിൽ പോസിറ്റീവായിട്ട് ഇങ്ങനെ ജ്വലിച്ച് നിന്ന കുറച്ച് കമന്റ്സ് ഉണ്ട്, അഭിപ്രായങ്ങളുണ്ട് വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അത് ഞാൻ വായിക്കാം. അത് ശരിക്കും പറഞ്ഞ് വേടനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഒരു ശക്തിയാണ്, കരുത്താണ്. ആ കരുത്താണ് വേടന്റെ ഊർജം. അല്ലാതെ നമ്മൾ വേടനെ ചുമ്മാ പൊക്കിയടിക്കുകയല്ല. അദ്ദേഹം പറയുന്നതിൽ നേരുണ്ട്, സത്യമുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ ജാതി ഇല്ല എന്ന് പറയുമെങ്കിലും, അല്ലെങ്കിൽ ജാതി ഭീകരതയുടെ ഒരു വലിയൊരു വേരുപിടുത്തം ഇങ്ങനെ ഇല്ല എന്നൊക്കെ പറയുമെങ്കിലും, നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മുടെ സമൂഹത്തിനെ ഒന്ന് മനസ്സിരുത്തി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ലതുപോലെ അത് അവ്യക്തമായിട്ട് പടർന്നു പിടിക്കുന്നുണ്ട്. ആ പടർന്നു പിടിക്കുന്ന ആ പൂപ്പലായിട്ടുള്ള ഈ ഭീകരതയെ, ജാതി ഭീകരതയെ കൃത്യമായിട്ട് വേടൻ വരച്ച് കാണിക്കുന്നു, പാടി അവതരിപ്പിക്കുന്നു. അപ്പൊ അത് കാണുമ്പോൾ ഉള്ള ചൊറിച്ചിലും പ്രശ്നങ്ങളും ഒച്ചവെക്കലാണ് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ കണ്ണ് കെട്ടിയിട്ട് എനിക്ക് ഇന്ന സംഭവം കാണാന്ന് നമ്മൾ പറഞ്ഞാലും നമ്മുടെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചിരിക്കുകയാണ്. നിന്റെ കണ്ണ് കെട്ടേണ്ട ആവശ്യമില്ല, നിന്റെ കാഴ്ചയില്ലാത്തവനാണ് നീ, കാഴ്ചയില്ലാത്തവനായിട്ടുള്ള നിനക്കൊന്നും കാണാൻ സാധിക്കില്ല എന്ന് ഇങ്ങനെ മുദ്ര കുത്തുന്നവരാണ് ഇവിടെ വിഷയം, അല്ലേ? നമുക്ക് കാഴ്ചയുണ്ട്, നമ്മൾ എത്ര കണ്ണ് കെട്ടിയാലും എനിക്ക് അവ്യക്തമായിട്ടാണെങ്കിലും ഓരോ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കാണാമെന്ന് നമ്മൾ പറഞ്ഞാലും ഇല്ല നിനക്ക് കാഴ്ചയില്ലാത്തവനാണ്, നിനക്കൊന്നും കാണാൻ സാധിക്കില്ല. ഇവിടെ യാതൊരു പ്രശ്നവുമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടെ വിഷയം. അപ്പൊ വേടൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റ്സുകളൊന്നും നോക്കാട്ടോ. നമുക്ക് എപ്പോഴും നെഗറ്റീവ് കമന്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കാറ്. പക്ഷെ നല്ല ഊർജ്ജമുള്ള കമന്റ്സുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വായിക്കണമല്ലോ, അതല്ലേ ശരിക്കും പറഞ്ഞ കരുത്ത്. ഇതിൽ ഫസ്റ്റ് ഒരു കമന്റ് ഉണ്ട് കേട്ടോ, അത് അടിപൊളി കമന്റ് ആണ്. അസ്ഫാറുനീസ ആണ് കമന്റ് ഇട്ടിരിക്കുന്നത്. മൂർച്ചേറിയ വാക്കുകൾ കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കുന്ന വേടൻ എന്ന നല്ല മനസ്സിനുടമ അതേ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു. നല്ലൊരു കമന്റ് അല്ലേ? വേടൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ ജീവിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ആ സ്ത്രീ പറയുന്നു, ആ സ്ത്രീ കരുത്തു പറയുന്നു. അടിപൊളിയാണ്. വേടന്റെ പാട്ടുകൾ അത്രയേറെ അവർക്ക് നല്ല ഊർജ്ജസ്വലമായിട്ടുള്ള കരുത്ത് നൽകുന്നുണ്ട് എന്നുള്ളത് ഈ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കമന്റ് ഞാൻ വായിക്കാം. മോനെ, നീ മറ്റുള്ളവർക്ക് ലഹരിയാണ്, നിനക്ക് ലഹരിയുടെ ആവശ്യമില്ല. ജോസൂട്ടി എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഇട്ടിട്ടുള്ള കമന്റാണ്.
അതായത് വേടൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് വേടൻ തന്നെ സമ്മതിക്കുന്നു. 13-ാം വയസ്സിൽ മുതൽ തുടങ്ങിയ ലഹരി ഉപയോഗം. ലഹരി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ലഹരികൾ, മദ്യം അതിൽ പെടുകൂട്ട, മദ്യപിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വേടന്റെ ജീവിതം ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. അത് കൃത്യമായ രീതിയിൽ അതിനൊന്നും അനുസരണ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അത് മാറ്റി നിർത്തണമെന്ന് പറയാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല എന്ന് വേടൻ തന്നെ പറയുന്നു. അവന്റെ കൂട്ടുകെട്ടും അവന്റെ ജീവിത ശൈലിയും അവൻ ജീവിച്ച സാഹചര്യം എന്ന് എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ അവന്റെ വീടിരുന്ന ആ പരിസരങ്ങളും ഒക്കെ അതേപോലത്തെ രീതിയുള്ള ജീവിതവുമായിട്ട് കൂടിയിണങ്ങിപ്പോയ ആളുകളായിട്ടാണ് അവന്റെ ജീവിതം ആ കുട്ടിക്കാലം ഇങ്ങനെ ഉദിച്ചു വന്നത്. അപ്പൊ നിരന്തരമായിട്ട് അവൻ കാണുമ്പോൾ മറ്റുള്ളവർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അത് തെറ്റല്ല എന്നുള്ളൊരു ബോധ്യം ആ കുട്ടിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 13-ാം വയസ്സ് മുതൽ വേടൻ കഞ്ചാവായിട്ടും മദ്യമായിട്ടും ചെറിയ ചെറിയ ലഹരികളായിട്ടും ഉപയോഗിച്ച് വന്നു എന്നുള്ളത് തീർത്തു പറയുകയാണ്. അപ്പൊ ഈ അടുത്താണ് അദ്ദേഹത്തിന് അതിൽ നിന്നൊക്കെ ഒന്ന് മോചനം നേടണം, അല്ലെങ്കിൽ ഞാനൊരു പാട്ടുകാരനാണ്, റാപ്പറാണ്, എൻ്റെ പാട്ടുകൾ കേട്ട് ഇഷ്ടപ്പെടുന്ന യുവതലമുറ എന്നെ പോലെ തന്നെ ഇത്തരം ലഹരികൾക്ക് അടിമയായി മാറരുത് എന്നുള്ള ചിന്തയും വന്നു. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേരോടും എപ്പോഴും വേടൻ എന്ന ആ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ലഹരി ഉപയോഗിക്കരുത് മക്കളെ, ലഹരി ഉപയോഗിക്കരുത്, ലഹരി ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം തകർത്ത് കളയരുത്, നിങ്ങൾക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുടുംബമുണ്ട്, അതൊക്കെ നിങ്ങൾ ഓർക്കണം. ആത്മബന്ധത്തോടു കൂടി അച്ഛനോടും അമ്മയോടൊക്കെ എപ്പോഴും സംസാരിച്ച് ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് അങ്ങനെ പോകുന്നൊരു ജീവിതമൊന്നും ആയിരുന്നില്ല വേടൻ്റേത്. വേടൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു ഒറ്റപ്പെട്ട ഒരു എന്താ പറയണ, നമ്മളിപ്പോൾ ഒരു സാധാരണക്കാർ ജീവിക്കുന്ന ഇടുങ്ങി ജീവിക്കുന്ന ഏരിയകളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിത രീതികളൊക്കെ ഈ തരത്തിലായിരിക്കും. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, എനിക്കത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഒരു വമ്പൻ പണക്കാരൻ്റെ മകനും അല്ലെങ്കിൽ സാധാരണക്കാരായ കൂലിപ്പണിക്കാരൻ്റെ മകനും തമ്മിൽ നല്ലതുപോലെ അന്തരമുണ്ട്. അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾക്കായാലും അവർ കഴിക്കുന്ന ഭക്ഷണത്തിനായാലും അവർ പോകുന്ന യാത്രകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ നല്ലതുപോലെ വ്യത്യാസം കാണാൻ സാധിക്കും. അപ്പോൾ ആ വ്യത്യാസം അന്നത്തെ കാലത്ത് വേടൻ്റെ കുട്ടിക്കാലത്ത് നല്ലതുപോലെ ലഹരി ഉപയോഗിക്കുന്നത് തെറ്റല്ല എന്നുള്ളൊരു ചിന്ത കുട്ടി വേടനിൽ വളർത്തിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ അന്ന് ലഹരി ഉപയോഗിച്ച് തുടങ്ങി. അത് നിർത്താനായിട്ടുള്ള ശ്രമമാണ് വേടൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിർത്തുമെന്ന് വേടൻ ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരാൾ നിർത്തും എന്ന് നമ്മൾ കരുത്തോടുകൂടി പറയുമ്പോൾ അതിനല്ല നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ അയാൾ പണ്ട് മദ്യപിച്ചിരുന്നു, ലഹരി ഉപയോഗിച്ചിരുന്നു, ഇനിയും അവന് അതിൽ നിന്ന് മോചനം നേടാണ്ട് നശിച്ചു പോകട്ടെ എന്ന് ആരെങ്കിലും പറയുമോ? ബുദ്ധിയുള്ളവന്മാർ പറയുമോ? പക്ഷെ ചില കൂട്ടുകാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേടൻ കഞ്ചാവ് അടിച്ചവനാണ്, അവൻ ഒരിക്കലും ഗതി പിടിക്കില്ല, അവൻ നശിക്കുള്ളൂ, അവൻ ഇനിയും കഞ്ചാവിൻ്റെ പുറകെ തന്നെ പോകും എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ കുഴപ്പം. ഒരാളും നന്നാവാൻ സമ്മതിക്കില്ല, സമൂഹം അങ്ങനെയാണ്. അപ്പൊ നമുക്ക് അടുത്ത കമന്റ് നോക്കാം. പൊന്നു മോനെ കാത്തോണേ റബ്ബേ ആമീൻ, ജമീല ഇട്ടിരിക്കുന്നൊരു കമന്റാണ്. ആ ഉമ്മയ്ക്ക് 1000 സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ, ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം അവരുടെ മനസ്സ് നിറഞ്ഞുള്ള പ്രാർത്ഥനയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കമന്റാണ്, വേടൻ്റെ കവിതകൾ തീർച്ചയായും പാഠപുസ്തകമാവേണ്ടത് തന്നെയാണ്. സന്ദർഭത്തിന് ചേരാത്ത ഒരു വാക്കും വേടൻ്റെ കവിതകളില്ല. എഴുത്തച്ഛൻ്റെയും നമ്പ്യാരുടെയും കവിതകളിലും സാന്ദർഭികമായി അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. OV വിജയൻ്റെ ധർമ്മപുരാണവും ബഷീറിൻ്റെ ശബ്ദങ്ങളും മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയും വായിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. വേടൻ്റെ വാക്കുകളുടെ ആഴവും ശക്തിയും നമ്മുടെ ചില ജാനപീഠ ജേതാക്കളിൽ ചിലരെക്കാളൊക്കെ എങ്കിലും പഠിക്കപ്പെടേണ്ട ആൾ തന്നെയാണ് വേടൻ. എത്രയും പെട്ടെന്ന് തന്നെ അത് തെളിയിക്കപ്പെടും. രാധാകൃഷ്ണ വേലായുധൻ എന്ന് പറഞ്ഞ അദ്ദേഹം കമന്റുകളായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഒക്കെ ഇവരുടെയൊക്കെ മനസ്സിൻ്റെ അകത്തെ ശക്തിയുടെ സഞ്ചയമായിട്ട് നിലനിൽക്കുകയാണ്, സ്രോതസ്സായിട്ട് നിലനിൽക്കുകയാണ് വേടൻ. അതുപോലെ തന്നെ മറ്റൊരു കമന്റാണ്, ബഹളമില്ല, അട്ടഹാസമില്ല, കോമാളിത്തരമില്ല, പുച്ഛഭാവങ്ങളില്ല, ഭംഗിയായി സംസാരിക്കുന്നത്, എത്ര സിമ്പിളാണെന്ന് വേടൻ. അടിപൊളിയാണ് കമന്റുകളൊക്കെ. അതുപോലെ തന്നെ സ്വയം വിമർശിക്കുന്നവനും അവൻ ചെയ്യുന്ന തെറ്റാണെന്ന് സമ്മതിക്കുന്നവനുമാണ് വിജയികൾ. സ്വന്തം തെറ്റ് മറച്ചു വെച്ച് മറ്റൊരാൾ ചെറിയൊരു തെറ്റും ചെയ്താൽ അതിനെ പരിഹസിക്കുന്നവർ വെറും പുഴുക്കളാണ്. നമ്മൾ നല്ലവരാണോ എന്ന് ആദ്യം ചിന്തിക്കുക. വേടാ നീ പൊതു സ്വത്താണ്. അത് നഹാസ് മിനാർ ഇട്ടിരിക്കുന്നൊരു കമന്റാണ്. അതായത് സ്വയം വിമർശിക്കുന്നവനാണ് കരുത്തൻ, അവനാണ് യഥാർത്ഥ മനുഷ്യൻ, അല്ലേ? എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനതിങ്ങനെ മൂടി വെച്ച് മറ്റുള്ളവൻ്റെ തെറ്റുകുറ്റങ്ങൾ മാത്രം പറയാനിരിക്കുന്നവനാണെങ്കിൽ ഞാനൊരു മരപ്പാഴ് തന്നെയാണ്, അല്ലേ? അങ്ങനെയാണ് ഭൂരിഭാഗം മനുഷ്യരുടെ രീതികൾ. അങ്ങനെയാണ് പൊതുവെ സ്വന്തം തെറ്റുകൾ പുറത്തു പറയാനായിട്ട് അവർ ആഗ്രഹിക്കില്ല, അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ഇതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന അവൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വേടൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതും ശരിയാണ്, വളരെ വളരെ വലിയ ശരിയാണെന്ന് ഇവിടെ കമന്റുകളായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ മറ്റൊരു കമന്റ് കൂടി ഉണ്ട് കേട്ടോ, അത് നല്ലൊരു കമന്റാണ്. അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പറയാൻ അവന് മടിയില്ല, അവൻ വാർക്കപ്പണി ചെയ്തു എന്ന് പറയാൻ അവന് മടിയില്ല,
അവൻ്റെ അമ്മ ജാഫ്നക്കാരിയാണെന്ന് പറയാൻ അവന് മടിയില്ല. അവൻ കഞ്ചാവ് ഉപയോഗിച്ചെന്ന് പറയാൻ അവന് മടിയില്ല. രാമരാഷ്ട്രീയം തള്ളി അംബേദ്കർ രാഷ്ട്രീയമാണ് പിന്തുടരുന്നതെന്ന് പറയാൻ അവന് മടിയില്ല. ഇത്രയും നിഷ്കളങ്കതയായി മനുഷ്യനെ നിങ്ങൾക്ക് എവിടെ കാണാൻ കഴിയും? സന്തോഷിട്ടിട്ടുള്ളൊരു കമൻ്റാണ് കേട്ടോ. നല്ലൊരു കമൻ്റാണ്. കാരണം നമ്മൾ എന്താണെന്ന് തുറന്നു പറയാൻ നമുക്കൊരു മടിയുമില്ലെങ്കിൽ അതല്ലേ അതിൻ്റെതായ ഏറ്റവും വലിയ അർത്ഥവും ശരിയും അതിൻ്റെ കരുത്തും എല്ലാം അത് തന്നെ സൂചിപ്പിക്കുന്നു. നമ്മൾ എന്താണെന്ന് നേരെ അറിവോട് നേരായിട്ട് തന്നെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ വേടൻ തുറന്നു പറയുന്നു. ഞാൻ എന്താണെന്ന് വേടൻ തുറന്നു പറയുകയാണ്. ഒന്നും മൂടി വയ്ക്കുന്നില്ല. ചില മനുഷ്യരെ പലതും ഇങ്ങനെ മൂടി വെച്ച് ഇങ്ങനെ സംസാരിക്കും. അതൊന്നുമല്ല. വേടൻ എന്താണെന്ന് തുറന്നു പറയുന്നു. മറ്റുള്ളവർക്ക് ദഹിച്ചാലും പ്രശ്നമില്ല, ദഹിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്താണ്, ഞാൻ ഇതാണെന്ന് തുറന്നു പറയാൻ കാണിക്കുന്ന കരുത്ത് തന്നെയാണ് ഏറ്റവും വലിയ കരുത്ത്. സമൂഹത്തിനെ പേടിക്കാതെ, സമൂഹത്തിനെ ഭയക്കാതെ, സമൂഹത്തിലുള്ള ഒച്ചയെയും സമൂഹത്തിലുള്ള നോട്ടങ്ങളെയും പേടിച്ച് തല കുമ്പിട്ട് നടക്കാതെ വേടനായി തന്നെ വേടൻ്റെ കരുത്തും വേടൻ്റെ ആശയവും തുറന്നു പറയുന്നു. അതിന് സല്യൂട്ട് കൊടുക്കണം, സല്യൂട്ട്. പിന്നെ നെഗറ്റീവ് കമൻസുകൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. അതായത് മെയിനായിട്ട് വേടനെ എല്ലാവരും കുറ്റപ്പെടുന്നത് കഞ്ചാവിൻ്റെ ഒരു ആശയം വെച്ചിട്ടാണ് എല്ലാവരും കുറ്റപ്പെടുന്നത്. കഞ്ചാവോളി എന്നുള്ള പദപ്രയോഗത്തിൻ്റെ ഒപ്പം വേടൻ്റെ പേരും കൂടി ചേർത്ത് വെക്കുകയാണ്. കഞ്ചാവോളിയാണ് ഈ നാട്ടിലെ കുട്ടികൾക്ക് മാതൃക, എന്താ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻസുകൾ വേറെയും ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. നമ്മൾ നെഗറ്റീവിൻ്റെ പിന്നാലെ നമ്മൾ നോക്കുന്നില്ല. നെഗറ്റീവിൻ്റെ പിന്നാലെ നമ്മൾ പോകാൻ നിന്ന് കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് തുടർച്ചയായിട്ടുള്ളൊരു പണിയായിട്ട് തന്നെ മാറും. വേടൻ പറയുന്ന ആശയം മനസ്സിലാക്കുന്നില്ല. വേടൻ്റെ പാട്ടുകളുടെ വരികളുടെ ആ കരുത്ത്, ശക്തി ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഞാൻ തുടർച്ചയായി ചെയ്യുന്ന വീഡിയോകളിലൊക്കെ പറയാറുണ്ട്, വേടൻ പറയുന്ന കാര്യങ്ങളുടെ വ്യക്തത മനസ്സിലാക്കാത്തവരാണ് ഈ ഒച്ച വെക്കുന്നത്. എപ്പോഴും ഞാൻ വേടനെ കുറിച്ച് ചെയ്യുന്ന വീഡിയോയിൽ പറയാറുണ്ട്, വേടനെതിരെ ഫൈറ്റ് ചെയ്യുന്നവർ വേടനെ പോലെ തന്നെ എഴുതി പാടി വേടനെതിരെ ഫൈറ്റ് ചെയ്യൂ. അവരവരുടേതായ രാഷ്ട്രീയം പാടിക്കൊണ്ട് വേടനെതിരെ ഫൈറ്റ് ചെയ്യൂ. അങ്ങനെ അവർ പാടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യത്തിലൊക്കെ വ്യക്തതയുണ്ട് എന്ന് ജനങ്ങൾക്ക്, ഈ കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ആ ജനങ്ങൾ വേടൻ്റെ പാട്ട് കേൾക്കാൻ വരുന്നത് പോലെ തന്നെ വേടനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആൾ പറയുന്ന ആശയത്തിൽ കഴമ്പുണ്ട്, വ്യക്തതയുണ്ട്, സത്യമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ജനങ്ങൾ അയാളുടെ കൂടെ കൂടും. അപ്പോൾ അതാണ് അതിൻ്റെതായിട്ടുള്ള ഏറ്റവും വലിയൊരു വിജയം തന്നെ. അങ്ങനെയാണ് ഒരു വിജയം നമ്മൾ സൃഷ്ടിക്കേണ്ടത്. അല്ലാതെ ചുമ്മാ ഈ എന്താ പറയുക കമൻസുകളിലൂടെ വന്ന് തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കഞ്ചാവാണ്, കഞ്ചാവോളിയാണ്, ജാതിയോളിയാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യം ഇവിടെ സംഭവിക്കാൻ പോണില്ല. വേടൻ്റെ പാതയെ ഒരിക്കലും തടസ്സപ്പെടുത്താൻ ഈ പറയുന്നവർക്ക് സാധ്യമല്ല. അതങ്ങനെയാണ്. ഇപ്പം വേടൻ അന്ന് മുതൽ വേടൻ ആ പാട്ട് പാടി തുടങ്ങിയ കാലം മുതൽ വേടനെ അടിച്ചിടാൻ നോക്കിയിട്ടും ഇന്ന് വരെ വേടനെ അടിച്ചിടാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടിച്ചു വീഴ്ത്തും. മണ്ടത്തരം എന്നല്ലാണ്ട് ഇതിനൊക്കെ എന്താ പറയുക. ഇനിയും വേടൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ ഒച്ച വെച്ച് വേടന് വളരുവാനായിട്ടുള്ള പുഴയ്ക്ക് വഴി അറിയാമെന്ന് പറഞ്ഞ പോലെ ഈ പുഴയുടെ ഒഴുക്കിനെ ഇവർ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേടൻ ശക്തിപ്പെടട്ടെ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു. കമൻസും അഭിപ്രായങ്ങളും അറിയിക്കൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.